ഹറമിൽ തിരക്കേറുന്നതോടെ കഅബ പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിൽ കിസ്വയ്ക്ക് കേടുപാടുകളേൽക്കാതിരിക്കുന്നതിനും വൃത്തി കാത്തുസൂക്ഷിക്കുന്നതിനുമാണ് ഹജ്ജ് സീസണിൽ കിസ്വ ഉയർത്തിക്കിട്ടിയതെന്ന് കിസ്വ ഫാക്ടറി മേധാവി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള ബാജൗദ പറഞ്ഞു. ഓരോ വർഷവും ഹജ്ജ് സീസണിൽ കിസ്വ ഉയർത്തിക്കെട്ടാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പുതിയ കിസ്വ കൈമാറ്റ ചടങ്ങ് ഒക്ടോബർ 6-ന് നടക്കും. കിസ്വ ഫാക്ടറി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ഇരു ഹറം കാര്യാലയ അധികൃതർ ഹറം താക്കോൽ സൂക്ഷിപ്പുകാരന് പുതിയ കിസ്വ കൈമാറും. ചടങ്ങിൽ ഇരു ഹറം കാര്യാലയ മേധാവി, കിസ്വ ഫാക്ടറി അധികൃതർ, പണ്ഡിതന്മാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അറഫ ദിനമായ ദുൽഹജ്ജ് 9-നാണ് കഅബയെ പുതിയ കിസ്വ പുതപ്പിക്കുക. ദുൽഹജ്ജ് 10-ന്റെ സുപ്രധാന ഹജ്ജ് കർമ്മമായ കഅബ പ്രദക്ഷിണം നിർവഹിക്കാൻ തീർത്ഥാടക ലക്ഷങ്ങൾ കുതിച്ചെത്തുമ്പോൾ കഅബ പുതിയ വസ്ത്രമണിഞ്ഞ് അവർ സ്വീകരിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരെത്തി തുടങ്ങിയതോടെ ഹറമിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മക്കയുടെ തെരുവോരങ്ങൾ ഹജ്ജ് തീർത്ഥാടകർ കൈയടക്കും. അതോടൊപ്പം ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് ഹജ്ജ് അനുമതി പത്രം നൽകുന്ന സേവനം ആരംഭിച്ചതായി ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ ഹിജാർ പറഞ്ഞു. ദേശീയ ഇൻഫർമേഷൻ കേന്ദ്രവുമായി സഹകരിച്ചാണ് ഹജ്ജ് അനുമതി പത്രം നൽകുന്നത്. ദുൽഹജ്ജ് 1 വരെയാണ് സമയപരിധി. ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തലും അനുമതി പത്രം നൽകലും തുടരുകയാണ്. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഹജ്ജ് മന്ത്രാലയ വെബ്സൈറ്റിലൂടെ ഹജ്ജ് സേവന സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ അനുമതിയുണ്ടോയെന്ന് വേഗം ഉറപ്പുവരുത്തണം. തീർത്ഥാടകർ അനധികൃത ഹജ്ജ് സ്ഥാപനങ്ങളുടെ കെണിയിൽപ്പെടാതിരിക്കാനാണിത്. ഇതുവരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഹജ്ജ് മന്ത്രി പറഞ്ഞു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ.